എമു പാർക്കാണ്. എമു പാർക്ക് ഓസ്ട്രേലിയയിലുള്ള ക്വീൻസ്ലാൻഡിലുള്ള ഒരു എമു പാർക്കാണ്. ആക്ച്വലി വേൾഡ് വാർ 2 ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് പട്ടാളക്കാരും അല്ലാത്ത ഒഫീഷ്യൽസൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അവരൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണിതിട്ടുള്ളതാണ്. ഇതൊരു വലിയൊരു പാർക്കാണ്. അതിനിടയിലുള്ള ബീച്ച് കാണാനും ഒരുപാട് ഭംഗിയാണ്. ഓക്കെ, അവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്, അതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടത്. ചെറിയൊരു എക്സിബിഷൻ ഉണ്ട്, എല്ലാവർക്കും കാണാനും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. 1960, 1980, 1967 ചെറിയൊരു ഷെഡ് പോലെ പണിതിട്ട് അവിടെ ഒരുപാട് ഫോട്ടോസും ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്, വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡെക്ക് പോലെ വെച്ചിട്ട് അവിടെ നിന്നൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ വരുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും കൂടി ആയിട്ടാണ് ഇപ്പോൾ അത് അവരവിടെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ പ്ലേസിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. കാരണം ഇതിൽ കൂടെ നടക്കാനേ ഈ മരിച്ചവരൊക്കെ ഓർമ്മയ്ക്ക് അതിൻ്റേതായ ഒരു മെമ്മോറിയൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചുറ്റിലും. പിന്നെ ഈ സൈഡിൽ കൂടെ, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടെ നടക്കുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ സൈഡിൽ ക്ലിഫൊക്കെ നല്ല ഭംഗിയാണ്. ചുറ്റിലും ഒരുപാട് കാറ്റാടി മരങ്ങൾ, പൈൻ മരങ്ങൾ. ഇത് കണ്ട നമ്മുടെ കൈതച്ചെടി കാര്യങ്ങളൊക്കെ, അതുപോലെ മരിച്ചു വീണവരെ മെമ്മോറിയൽസ്. ക്ലിഫ് കണ്ടോ? ഇതിനകത്ത് കാണിച്ചു തരാവേ. നല്ല ഭംഗിയാണ് അതിൻ്റെ. കണ്ടോ, ഒരു തരം ഈ കള്ളിച്ചെടി പോലത്തെ ഇലകളൊക്കെ ആയിട്ട് ഭയങ്കര. ഇത് മുകളിൽ നോക്കുമ്പോൾ വേറൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കള്ളിച്ചെടിയാണ്, വള്ളി പോലത്തെ. പക്ഷെ അത് ഒരു തരം ലീഫാണ്. സൂമിൻ ചെയ്തപ്പോൾ മുകളിൽ നോക്കുമ്പോൾ വേറൊരു വ്യൂ ആണ്. കണ്ടോ, മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ മുന്തിരിങ്ങ പോലെ പടർന്നു കിടക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈമോ പാർക്കിലാണ്. ഇവിടുത്തെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമാണ്. കുട്ടികൾക്ക് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം കുടിക്കാം, വാട്ടർ കുടിക്കാം. കുട്ടികൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റും അവർക്ക്. ഇവിടെയൊക്കെ പാർക്കുകളിൽ അങ്ങനെയാണ്. ഇവിടെ ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. കുറേ ഏരിയാസ് ഉണ്ട്. കുട്ടികൾ ബർത്ത്ഡേ പാർട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പം നമ്മളൊരു ചെറിയൊരു വ്ളോഗാണ്. എമോ പാർക്കാണ്, ക്യൂൻസ്ലാൻഡിൽ എക്കോണിൽ എമോ പാർക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് എടുത്തിടാം. രണ്ടുപേരും ഇങ്ങോട്ട് നോക്ക്, അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ നാട്ടിലെ കൈതച്ചെടി ഇവിടെ നിറയുണ്ട് കേട്ടോ. എല്ലാവിടെയും ഈ കൈതച്ചെടി കാണാം, കൈത പൂത്ത് നിൽക്കുന്നത് കാണാം. ക്രാബ്സിൻ്റെ പണിയാണേ. നല്ല ബ്യൂട്ടിഫുള്ളാണ് അവരുടെ ഡിസൈൻസ് ഒക്കെ. ഒരു സാരിയൊക്കെ വർക്ക് ചെയ്ത് വെച്ചോണ്ടുണ്ട്. കുട്ടികൾ ചെറിയൊരു അഡ്വഞ്ചറിലാണ്. ഇതൊക്കെ വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളം ട്രാപ്ഡായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു സാഹസിക യാത്രയാണ് കാണുന്നത്. Yes. See, there is a fish. I need to get it. Small fish. Two of them. Two ഉണ്ട്. കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. It's right there. It's right there. നമുക്ക് എന്ത് ഭംഗിയാണ് ഈ ശല്യം കാണാൻ. What is that? അമ്മ നോക്കട്ടെ. Wow. Is that golden? It's not a golden. I think it's some bottle piece. ഇവിടെ ഒരു നായനെ നിൽക്കുന്നത് കണ്ടോ. ആക്ച്വലി മോൻ അവിടെ വെള്ളത്തിൽ തനിയെ ഇറങ്ങി പോണ കണ്ടപ്പോൾ
ഈ നായ ആക്ച്വലി മോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ നായ്ക്കളൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അവരൊന്നും ചെയ്യില്ല. കുട്ടികളൊക്കെ ഭയങ്കര കെയറിങ് ആണ്. അത് നമ്മൾ ശരിക്കും അതിശയിച്ചു. ആക്ച്വലി അവനവിടെ തനിയെ ഇറങ്ങി പോന്നു. അപ്പം തന്നെ നായ നോക്കുകയാണ് അവനെ. ചെറുതാണ്. ഇവിടെ മുഴുവൻ നിറയെ തത്തമ്മളാണ്. എപ്പോഴും ഒരു ആകാശത്ത് കൂടെ ഒരുപാട് പറന്ന് ഇത് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നൊരു ചെടിയാണ്. കണ്ടൽക്കാടുകളുടെ അടുത്തൊക്കെ തന്നെ. ഓക്കെ, അപ്പം പൈൻ മരങ്ങൾ കണ്ടോ, വലിയ വലിയത്. ആക്ച്വലി സൺസെറ്റ് ആവാറായി. അപ്പം നമ്മൾ ഊടുവഴി കൂടെ ഒക്കെ ഇറങ്ങുകയാണ് താഴത്തോട്ട്. അപ്പുറത്തെ സൈഡിലുള്ള ഒരു ബീച്ചിൽ പോവാണ് ഉദ്ദേശം. World War II, look out. See? ഇത് ആക്ച്വലി ഒരു നല്ലൊരു ട്രിപ്പായിരുന്നേ. ചെറുതാണെങ്കിലും നല്ല റിലാക്സിങ് ആണ്. ഒരുപാട് ചൂടും ഒന്നുമില്ല. നല്ല വെതർ. ചൂടുണ്ടായി, പക്ഷേ എന്താ പറയുക, നമുക്ക് ടയേർഡ് ആവുന്നില്ല. നല്ല റിലാക്സിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പുറത്ത് കൂടെ നേരെയുള്ള വഴി കൂടെ പോവാം, പക്ഷേ ഇതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങിയത്. നമുക്ക് എന്ത് രസമാണെന്നറിയാം അതിൻ്റെ താഴത്തു കൂടെ പോകാൻ വേണ്ടിയിട്ട്. എത്ര വലിയ മരങ്ങളാണ്. ഇത് വലുതായിട്ടാണ് പന്തലിച്ച് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഓരോ ദിവസം എന്തുമാത്രം കിളികളൊക്കെയാണെന്ന് അറിയുന്നത്. Careful, slow down.